ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ജനകീയ വാർത്താ മണിക്കൂർ ആയ പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലേക്ക്. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാൻ, അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ ഒക്കെയാണ് ഈ വാർത്താ മണിക്കൂർ പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടി നിങ്ങളിലേക്ക് എത്തുന്നത്. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകും എന്ന ഉറപ്പാണ് ഞങ്ങൾ ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് തരുന്നത്. നമുക്ക് തുടങ്ങാം. പൊതുജനം കഴുതയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ചുറ്റും കാണുന്ന പ്രശ്നങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉള്ള ആശങ്കകൾ, നിങ്ങൾക്ക് ഉള്ള പരാതികൾ, അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതുമാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ്: 0482830510 048428305110. പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും നിങ്ങൾക്ക് വാട്സാപ്പിലൂടെയും ഞങ്ങൾക്ക് അയക്കാം, ഞങ്ങളുമായി പങ്കുവയ്ക്കാം. ആ നമ്പർ ഇതാണ്: 6235968937 6235968937. അപ്പോൾ തുടങ്ങാം. പൊതുജനം കഴുതയല്ല സാർ. അടുത്ത തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് റേഷൻ കടകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടും. വേതന പരിഷ്കരണം ആവശ്യം സർക്കാർ തള്ളിയതോടെ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാൻ റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതി തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണത്. സംസ്ഥാനത്തെ 14,428 റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്നതോടെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാകും. അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചതോടെയാണ് റേഷൻ വ്യാപാരികളുമായി ഭക്ഷ്യമന്ത്രി GR അനിൽ ചർച്ച നടത്തിയത്. ഉച്ചയ്ക്ക് 12 മണിയോടെ മന്ത്രിയുടെ ചേംബറിലായിരുന്നു ചർച്ച. എന്നാൽ ചർച്ച ഫലം കണ്ടില്ല. വേതന പരിഷ്കരണം എന്ന ആവശ്യം അംഗീകരിക്കാതെ വന്നതോടെ ചർച്ച അലസിപ്പിരിക്കുകയായിരുന്നു. വേതന പാക്കേജ് പരിഷ്കരണം, ക്ഷേമനിധി പെൻഷൻ വർധന, KTPD ആക്ട് ഭേദഗതി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു റേഷൻ വ്യാപാരികളുടെ സംയുക്ത സമരസമിതി അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചത്. ക്ഷേമനിധി പെൻഷൻ 1,500 രൂപയിൽ നിന്ന് 2,000 രൂപയ്ക്ക് വർദ്ധിപ്പിക്കാൻ മന്ത്രിതല ചർച്ചയിൽ ധാരണയായി. ഇതിനായി ക്ഷേമനിധി ആക്ടിൽ ഭേദഗതി വരുത്തും. റേഷൻ കടകളുടെ ഉടമകൾ ഒഴിയുമ്പോൾ സെയിൽസ്മാൻമാർക്ക് കടയുടെ ലൈസൻസ് കൈമാറ്റം ചെയ്യാൻ അനുവദിക്കുന്ന ഭേദഗതി KTPD ആക്ടിൽ കൊണ്ടുവരണമെന്ന ആവശ്യവും അംഗീകരിക്കപ്പെട്ടു. എന്നാൽ 8 കൊല്ലം മുമ്പ് നിശ്ചയിച്ച 18,000 രൂപ പരമാവധി വേതനം പരിഷ്കരിക്കണമെന്ന ആവശ്യത്തിൽ തട്ടിയാണ് ചർച്ച അലസിപ്പിരിഞ്ഞത്. സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ വേതന പരിഷ്കരണം ആലോചിക്കാനാവില്ലെന്നായിരുന്നു ഭക്ഷ്യമന്ത്രിയുടെ നിലപാട്. ഇതോടെ അനിശ്ചിതകാല പണിമുടക്കിൽ ഉറച്ചു നിൽക്കാൻ സമരസമിതി തീരുമാനിച്ചു. ഞങ്ങൾ 27-ാം തീയതി നേരത്തെ പ്രഖ്യാപിച്ച സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കമാണ്. ആ തീരുമാനം ഇന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിച്ച് എടുത്തിട്ടുണ്ട്. അനിശ്ചിതകാല കടയടപ്പ് സമരമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുമായി മുന്നോട്ട് പോവുകയാണ്. പരമാവധി വേതനം 18,000 രൂപയാണെങ്കിലും എല്ലാ വ്യാപാരികൾക്കും അത് ലഭിക്കുന്നില്ല എന്നാണ് പരാതി. 18,000 രൂപ ലഭിക്കുന്നതിന് 2 നിബന്ധനകളുണ്ട്. കുറഞ്ഞത് 45 ക്വിൻ്റൽ ഭക്ഷ്യധാന്യം വിൽക്കണം, അലോട്ട് ചെയ്തിരിക്കുന്ന അരിയുടെ 70% വിൽക്കണം. ഇവയാണ് നിബന്ധനകൾ. ഇത് മാറ്റാൻ പോലും സർക്കാർ തയ്യാറാകാത്തതാണ് സമരം തുടരാൻ കാരണമെന്ന് റേഷൻ വ്യാപാരികൾ പറയുന്നു. ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ ശതമാനക്കണക്ക് പോർട്ടബിലിറ്റി നിലനിൽക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ റേഷൻ കാർഡ് ഉടമയ്ക്ക് കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും പോയി റേഷൻ വാങ്ങാം. അതുകൊണ്ട് കാർഡ് പതിച്ചിരിക്കുന്ന കടയിലേക്ക് വരണമെന്നില്ല. അപ്പോൾ ഇപ്പോൾ ഉള്ളതെന്താ? 45 ക്വിൻ്റൽ വിൽക്കണമെന്നുള്ള പരിധി നിശ്ചയിച്ചപ്പോൾ 45 ക്വിൻ്റൽ വിൽക്കുന്ന കടകൾ കുറവാണ്. 600 കാർഡ് വരെയുള്ള കടകളിൽ പോലും 45 ക്വിൻ്റൽ വിൽക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അപ്പോൾ ഈ 18,000 രൂപയിൽ താഴോട്ട് പോവുകയാണ്. പിന്നെ ഒരു നിബന്ധന വെച്ചിരിക്കുന്നത് 70% വിൽപ്പന വേണം. ഒരു കടയിലും 70% വിൽപ്പനയില്ല. അതാണ് പരമാർത്ഥം. റേഷൻ വ്യാപാര മേഖലയിലെ 4 സംഘടനകളടങ്ങുന്ന സംയുക്ത സമരസമിതിയാണ് ഈ മാസം 27 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംയുക്ത സമരസമിതിയുടെ ഭാഗമല്ലെങ്കിലും ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ പാർട്ടിയായ CPIയുടെ സംഘടനയും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CPI സംഘടനയായ കേരള റേഷൻ എംപ്ലോയീസ് ഫെഡറേഷനാണ് അനിശ്ചിതകാല സമരത്തിൻ്റെ ഭാഗമാകുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് R. ശ്രീജിത്ത്, 24. പൊതുജനം കഴുതയല്ല സാർ. തിങ്കളാഴ്ച മുതൽ നമ്മളെയൊക്കെ ബുദ്ധിമുട്ടിലാക്കുന്ന റേഷൻ കടക്കാരുടെ സമരം തുടങ്ങാൻ പോകുന്നു. റേഷൻ വ്യാപാര മേഖലയിലുള്ള എല്ലാ സംഘടനകളും ഈ സംയുക്ത സമരസമിതിയുടെ കീഴിൽ സമരത്തിന് അണിനിരക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ വേതന പാക്കേജിൽ മാറ്റം വരുത്തണമെന്നതാണ്. പക്ഷേ നിലവിലെ സാമ്പത്തിക സാഹചര്യമൊക്കെ കണക്കിലെടുത്ത് അതിന് വഴങ്ങാൻ കഴിയില്ല എന്നൊരു നിലപാട് ഭക്ഷ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന ഈ യോഗത്തിൽ അതിന് തുടർന്നാണ് ഈ യോഗം അലസിപ്പിരിഞ്ഞത്. പക്ഷേ ക്ഷേമനിധിയിൽ വർധനവ് ഉണ്ടാക്കണം. അത് 1,500 എന്നത് 2,000 ആക്കി ഉയർത്താനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ട്. ഈ വരുന്ന തിങ്കളാഴ്ചയാണ്
ഈ മുതലാണ് റേഷൻ കടകൾ അടച്ചിടാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിന് മുൻപ് പ്രശ്ന പരിഹാരത്തിനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുമെന്ന് നമുക്ക് കരുതാം. കാരണം റേഷൻ കടകൾ അടച്ചിടുക എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പ്രശ്നമായി അത് മാറും. അത് കുറെ കൂടി സങ്കീർണമാകുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെട്ട് ഒരു പരിഹാരം കാണുക എന്നത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി. കാരണം ഇടതുപക്ഷ സംഘടനകളടക്കം ഈ സമരത്തിനോട് ഒരുപക്ഷെ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് കടയടപ്പ് സമരത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് സർക്കാർ മുന്നിൽ കാണണം. ഇന്ന് കേരളം മുഴുവൻ കാത്തിരുന്നത് എന്തായിരിക്കും ഷാരൂൺ രാജ് വധക്കേസിൽ, കൊലക്കേസിൽ 1-ാം പ്രതി ഗ്രീഷ്മയ്ക്ക് വിധിക്കാൻ പോകുന്ന ശിക്ഷ എന്നതാണ്. പരമാവധി ശിക്ഷയായ തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് കോടതി. ആ വാർത്തയിലേക്കും റിപ്പോർട്ടിലേക്കുമാണ് പൊതുജനം കഴുതിയല്ല സർ എന്ന ഈ പരിപാടി ഇനി കടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ സ്വാഭാവികമായി രാജ്യമെമ്പാടും ഉയർന്നു വന്ന ചർച്ചയായിരുന്നു വധശിക്ഷ നടപ്പാക്കപ്പെടേണ്ടതുണ്ടോ, അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വധശിക്ഷ വിധിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ടുള്ള സംവാദങ്ങൾ രാജ്യത്തുടനീളം നടക്കുമ്പോഴാണ് കേരളത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേസിൽ ഇതിന്റെ കാരണങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് ജഡ്ജി വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേരളത്തിൽ വധശിക്ഷ വിധിക്കപ്പെട്ട സ്ത്രീകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറുകയാണ് ഗ്രീഷ്മ എന്ന ഈ കേസിലെ 1-ാം പ്രതി. പാറശാല ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. തെളിവ് നശിപ്പിച്ചതിന് അമ്മാവൻ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. സ്നേഹം പുരട്ടിയ വാക്കുകളിൽ ഗ്രീഷ്മ വിഷം ഒളിപ്പിച്ചിരുന്നതായും വിധിയിൽ പരാമർശമുണ്ട്. കണ്ണീരോടെ തൊഴുത് നന്ദി പറഞ്ഞാണ് കുടുംബം കോടതി വിധിയിൽ സന്തോഷം രേഖപ്പെടുത്തിയത്. പ്രണയത്തിനു വേണ്ടി രക്തസാക്ഷിയായവന് ഒടുവിൽ നീതി. ആദ്യ അവസാനം പോലീസും പ്രോസിക്യൂഷനും പുലർത്തിയ ജാഗ്രതയാണ് കേസിൽ ചരിത്ര വിധി പ്രസ്താവത്തിലേക്ക് നയിച്ചത്. ഗ്രീഷ്മ ഷാരോണിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്ന് കണ്ടെത്തിയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. വിധിന്യായത്തിൽ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് കോടതി അക്കമിട്ട് പറഞ്ഞു. ഗ്രീഷ്മയ്ക്കും ഷാരോണിനും ഒരേ പ്രായമാണെന്നും പ്രായത്തിന്റെ ഇളവ് ഗ്രീഷ്മയ്ക്ക് നൽകാനാവില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പ്രണയത്തിന്റെ അടിമയായി മാറിയ ഷാരോണിനെ പ്രകോപനമില്ലാതെയാണ് ഗ്രീഷ്മ കൊന്നത്. ഗാഢമായ സ്നേഹബന്ധം തുടരുമ്പോഴും ഷാരോണിനെ കൊലപ്പെടുത്താൻ ഗ്രീഷ്മ ശ്രമിച്ചു. കുറ്റം ചെയ്തിട്ടും അവസാനം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ കൗശലം വിജയിച്ചില്ല. മുമ്പ് കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ലെന്ന ഗ്രീഷ്മയുടെ വാദവും കോടതി തള്ളി. ആദ്യം ജ്യൂസ് ചലഞ്ചിലൂടെ ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുശേഷം കൊലപാതകവും നടത്തി. ജ്യൂസ് ചലഞ്ച് ദിവസം പാരസെറ്റമോൾ എങ്ങനെ വിഷമായി ഉപയോഗിക്കാമെന്ന് ഗ്രീഷ്മ 23 പ്രാവശ്യം ഗൂഗിളിൽ തിരഞ്ഞു. ജീവപര്യന്തം ശിക്ഷ നൽകാവുന്ന കുറ്റം ചെയ്ത പ്രതി നേരത്തെ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. സ്ലോ പോയിസണിംഗ് ആണ് ഗ്രീഷ്മ ലക്ഷ്യം വച്ചതെന്നും കോടതി കണ്ടെത്തി. കേസിനിടെ ഗ്രീഷ്മ ജയിലിൽ നടത്തിയത് വ്യാജ ആത്മഹത്യാ ശ്രമമാണെന്നും കേസ് വഴിതിരിച്ചു വിടാനുള്ള ശ്രമമാണെന്നും നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് AM ബഷീർ നിരീക്ഷിച്ചു. ഷാരോണിന്റെ കുടുംബത്തിന് നീതി ലഭിച്ചെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ VS വിനീത് കുമാർ. എൻ്റെ പ്രോസിക്യൂഷൻ ഔദ്യോഗിക ജീവിതത്തിന് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു കേസായിരുന്നു. വളരെ സന്തോഷമുണ്ട് ഈ ഷാരോൺ രാജിന്റെ കുടുംബത്തിന് ഒരു നീതി കിട്ടി എന്നുള്ളത്. അതിസമർത്ഥമായി കേസ് അന്വേഷിച്ചുവെന്ന് പോലീസിനെ കോടതി അഭിനന്ദിച്ചു. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കോടതി നമുക്ക് നല്ലൊരു ജഡ്ജ്മെൻറ്റ് തന്നിട്ടുണ്ടെന്ന്. കോടതിയുടെ ഉത്തരവ് നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇൻവെസ്റ്റിഗേഷന് ജയമാണ്, പ്രോസിക്യൂഷന് ജയമാണ്. തെളിവ് നശിപ്പിച്ചതിന് കേസിലെ 3-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മലകുമാരൻ നായർക്ക് 3 വർഷം തടവും കോടതി വിധിച്ചു. കേസിലെ 2-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി നേരത്തെ വെറുതെ വിട്ടിരുന്നു. ഗ്രീഷ്മയെ വധശിക്ഷയ്ക്ക് വിധിച്ചത് നിറകണ്ണുകളോടെയാണ് ഷാരോൺ രാജിന്റെ കുടുംബം കേട്ടത്. കോടതിക്ക് മുൻപിൽ കണ്ണീരോടെ തൊഴുത് നന്ദി പറഞ്ഞാണ് കുടുംബം സന്തോഷം രേഖപ്പെടുത്തിയത്. ദൈവത്തിന്റെ രൂപത്തിൽ നീതിമാനായ ജഡ്ജി ഇറങ്ങി വന്നെന്നായിരുന്നു ഷാരോണിന്റെ മാതാവ് പ്രിയയുടെ പ്രതികരണം. നീതിമാനായ ജഡ്ജിയിൽ ഇറങ്ങി വന്നു. വളരെ തൃപ്തികരമാണ്. നീതിമാനായ ജഡ്ജിക്ക് 1000 നന്ദി. തുടക്കത്തിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അന്വേഷണ സംഘം ഏറ്റവും നന്നായി കേസ് അന്വേഷിച്ചെന്ന് സഹോദരൻ ഷിമോൺ. വിധിയിലെ തൃപ്തി ഒറ്റ വരിയിലൊതുക്കി പിതാവ് ജയരാജ്. മേഘങ്ങൾക്കിടയിൽ ഒളിച്ചിരുന്ന ദൈവം കേസിലെ തെളിവുകൾ കാത്തു. കുറ്റകൃത്യം രഹസ്യമാണെന്ന് കരുതി ശിക്ഷ ഉണ്ടാകില്ലെന്ന് കരുതരുത്. ചരിത്രവിധി പ്രസ്താവം കോടതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. കാത്തിരുന്ന് നീതി കിട്ടിയതോടെ 2 വർഷം നീണ്ട നിയമപോരാട്ടം കുടുംബവും അവസാനിപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24.
നമ്മുടെ നാട്ടിൽ, അതായത് കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകൾക്ക് വധശിക്ഷ വിധിക്കാറുള്ളത്. നിലവിൽ ഇപ്പോൾ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലുകളിൽ വധശിക്ഷ കാത്തു കിടക്കുന്നത്. വിഴിഞ്ഞം മുല്ലൂരിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ശാന്തകുമാരി എന്ന സ്ത്രീയെ സ്വർണ്ണാഭരണങ്ങൾക്ക് വേണ്ടി കൊലപ്പെടുത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയായ റഫീഖ ബീവിയാണ് കേരളത്തിൽ ഇപ്പോൾ വധശിക്ഷ കാത്തു കിടക്കുന്നത്. നമുക്കറിയാം, ഈ വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറാണ് ഗ്രീഷ്മയ്ക്കുള്ള പരമാവധി ശിക്ഷ നൽകുന്ന ഒരു വിധിന്യായം പുറപ്പെടുവിച്ചത്. അദ്ദേഹത്തിന്റെ വിധിന്യായത്തിലൂടെ വധശിക്ഷയിലേക്ക് പോകുന്ന നാലാമത്തെ വ്യക്തിയാണ് ഗ്രീഷ്മ. ഏതായാലും ഗ്രീഷ്മയുടെ വധശിക്ഷ കേരളത്തിൽ വീണ്ടും മറ്റൊരു സംവാദത്തിന് വേണ്ടി വഴി തുറന്നിരിക്കുകയാണ്. വധശിക്ഷ എന്നത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ, ഗ്രീഷ്മ വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണോ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും കാണും. ദേശീയ തലത്തിൽ തന്നെ വധശിക്ഷ എന്നത് നമ്മുടെ ഈ ആധുനിക കാലത്തെ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച ഒരു ശിക്ഷാ നടപടിയാണോ എന്നതിൽ വലിയ ചർച്ചകളും സംവാദങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നടന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഒരു കേസിൽ ഇതിലെ ഒന്നാം പ്രതിയായ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കപ്പെട്ടതോടുകൂടി വീണ്ടും ഒരിക്കൽ കൂടി ആ ചർച്ചകൾ സജീവമാവുകയാണ്. അതുകൊണ്ട് തന്നെ പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി ഇനി കടക്കാൻ പോകുന്നത് ജനങ്ങളുടെ അഭിപ്രായങ്ങളിലേക്കാണ്. വധശിക്ഷ അർഹിച്ചിരുന്നോ ഗ്രീഷ്മ? എന്താണ് പൊതുജനത്തിന് പറയാനുള്ളത്? കേൾക്കും. അത് ഓഫ് കോഴ്സ് ഉചിതമായിട്ട് തോന്നി. പർപ്പസ്ഫുള്ളി ചെയ്തല്ലേ, അപ്പോൾ പിന്നെ അത് കറക്റ്റ് ഉചിതമായി തോന്നുന്നത്. കറക്റ്റ്, അത് എല്ലാവർക്കും ഒരേപോലെ നീതി കിട്ടണം. അതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം പറയും അല്ല, നല്ലതാണ്. അല്ലെങ്കിൽ ഇനി പെണ്ണുങ്ങൾ ഇതുപോലെ പലതും ചെയ്യാൻ അവർക്കൊരു പ്രേരിപ്പിക്കും. അവരെന്തായാലും കയറിയാൽ തന്നെ ഇറങ്ങി വരും തോന്നുള്ള അവർക്കൊരു കാഴ്ചപ്പാട് അവർക്കുണ്ട്. അപ്പോൾ അത് എന്തായാലും നികത്തി എന്തായാലും നല്ല തീരുമാനമാണ്. ഇപ്പോഴും നല്ലൊരു തീരുമാനമാണ്. ആൺ പെണ്ണ് വ്യത്യാസമില്ലാതെ നല്ലൊരു കാര്യമാണ് ചെയ്തത്. 38 വയസ്സ് കഴിഞ്ഞിട്ട് ജീവിച്ചോളാന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു പെണ്ണിന്, അത് കുറഞ്ഞു കിട്ടി. എന്താ ഒരാളെ കൊല്ലാന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. സ്നേഹിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ചെയ്യണ്ടേ? അപ്പോൾ നല്ല തീരുമാനം. ഒരാളെ, അതായത് ഇത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരാളെ ഇങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് കൊല്ലാന്ന് പറയുമ്പോൾ അത് അർഹിക്കുന്ന ശിക്ഷ തന്നെയായിട്ടാണ് തോന്നണം. എല്ലാവർക്കും ഒരു പാഠമായിക്കോട്ടെ ഇങ്ങനത്തെ ശിക്ഷകൾ. ഇനിയും ഇത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമം വരുമ്പോൾ ഇതുപോലുള്ള ക്രൈംസ് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ, അല്ലേ? തീർച്ചയായിട്ടും അത് കിട്ടേണ്ടത് തന്നെയാണ്. എന്നിട്ട് ആത്മാർത്ഥമായിട്ട് അങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കിട്ടണം. അത് വിധി ശരി വെക്കുന്ന കാര്യമാണ്. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഒരു ചെറുക്കനെ വഞ്ചിച്ച് ചതിച്ചു കൊന്നതിന് ഉത്തമമായിട്ടുള്ള ശിക്ഷ തന്നെയാണ്. വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട, ഒരു നോ പറഞ്ഞാൽ തീരാവുന്ന കാര്യമല്ലോ. ഇന്നത്തെ സൊസൈറ്റിയിൽ നോ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ക്രൂവൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ചെയ്തത് വളരെ തെറ്റാണ്. ഇനി ഒരിക്കലും അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല. ഒരു വലിയൊരു പാഠം തന്നെയായിരിക്കും. ഇതുപോലുള്ള തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ പിന്നിലുള്ള തലമുറയ്ക്ക് അത് പ്രചോദനമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്ക് ശിക്ഷ തന്നെ കിട്ടണം. കാരണം നല്ല ചെറുപ്പക്കാരനെ അവൾ നല്ല ആത്മാർത്ഥം സ്നേഹിച്ചിട്ട് അവസാനം അവനെ ചെയ്തില്ലേ അവൾ. അപ്പോൾ അത് നമുക്ക് ഈ ശിക്ഷ തന്നെ കിട്ടണം. അത് ചെയ്യാൻ പാടില്ലാത്തതല്ലേ അവൾ ചെയ്തത്. തീർച്ചയായിട്ടും അംഗീകരിക്കുന്നു. അത് അർഹിച്ച വിധിയാണ്. ഇനിയിപ്പോൾ ഒരു സുപ്രീം കോടതി പോയി ഇനി ആ വിധി മാറ്റിയൊക്കെ എടുക്കുമെന്ന് അറിയത്തില്ല. ഇപ്പം കൊടുത്തത് നല്ലൊരു വിധിയാണ്. അർഹിക്കുന്നത് തന്നെയാണ്. അവൾക്ക് അത് തന്നെ കിട്ടണമായിരുന്നു. അവൾക്ക് അർഹിച്ച ശിക്ഷ തന്നെയാണ് കിട്ടിയത്. അദ്ദേഹം അത്ര നല്ലൊരു മനുഷ്യനെ അങ്ങനെ ചെയ്യാൻ ഒരിക്കലും പാടില്ലത്. നമ്മളതിൽ വളരെ സന്തോഷമാണ്. കോടതി വിധിന്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ നാട്ടുകാരിൽ ബഹുഭൂരിപക്ഷം പേരും ഇത് അർഹിച്ച ശിക്ഷ തന്നെയാണ് എന്ന് അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. ആ കോടതിയുടെ വിധിന്യായത്തിൽ പറഞ്ഞ് ഇത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാൻ, അതും ഇത്ര ആസൂത്രിതമായ ഒരു കൊല ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു വിശ്വാസവഞ്ചന കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി പരമാവധി ശിക്ഷ നൽകിയത്. പലരും ആ കാര്യങ്ങളിലുള്ള അഭിപ്രായം ഇപ്പോഴത്തെ യൂട്യൂബിലെ കമന്റുകളായി കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. അത് എനിക്ക് വായിക്കാൻ കഴിയും. സുജാത എസ് പറയുന്നു, ഇനിയും കുറ്റകൃത്യം ചെയ്യണം എന്ന് ചിന്തയുള്ളവർക്ക് അതിൽ നിന്ന് പിന്തിരിയാനുള്ള താക്കീതാണ് ഈ വിധി എന്നാണ് സുജാതയുടെ അഭിപ്രായം. ഷഫീർ മണ്ണാർക്കാട് പറയുന്നു, പരമാവധി ശിക്ഷ വിധിച്ച കോടതിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നു. ജോസ്ബിൻ ജോസഫ് പറയുന്നു, ഇങ്ങനെ ചെയ്യുന്ന കാമുകിമാർക്കുള്ള മുന്നറിയിപ്പാണ് ഈ വിധി. കാമുകിയാണോ കാമുകനാണോ ആണാണോ പെണ്ണാണോ എന്നുള്ളതല്ല, കുറ്റകൃത്യങ്ങളുടെ തീവ്രത, അതിൻ്റെ ക്രൗര്യം, അത് നടപ്പാക്കിയ രീതി, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് കോടതി ജോസ്വിൻ വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. എബ്രഹാം തോമസ് വധശിക്ഷ റദ്ദാക്കരുത് എന്ന അഭിപ്രായം എബ്രഹാം തോമസ് രേഖപ്പെടുത്തുന്നു. ആമീന പറയുന്നു, ശിക്ഷ വിധിക്കുകയല്ലേ ഉള്ളൂ, അത് നടപ്പിലാക്കില്ല എന്ന് ഈ തെറ്റ് ചെയ്യുന്നവർക്കറിയാം. ആമീന, മേൽക്കോടതികളുണ്ട്, അവിടെ അപ്പീൽ പോകാൻ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളിൽ ഓപ്ഷനുകളുണ്ട്. അത് പ്രതിക്കുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്, പ്രതി ചേർക്കപ്പെട്ട ആൾക്കുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ഒരു തീരുമാനവും ഒരു വിധിയും അങ്ങനെ തെറ്റായ ഒരു വിധിയായി മാറിപ്പോകരുത് എന്നതുകൊണ്ടാണ്, നിരപരാധികൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് മേൽക്കോടതികളിൽ അപ്പീൽ പോകാനുള്ള ഒരു അവസരം നമ്മുടെ മുന്നിലുള്ളത്. അത് സ്വാഭാവികമായും ഈ കേസിലും ഒരുപക്ഷെ വിനിയോഗിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നമുക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. വധശിക്ഷ അർഹിച്ചതാണ് എന്ന് എബ്രഹാം തോമസ് പറയുന്നു. ഇങ്ങനെ പല ആളുകളും
അതായത് ഭൂരിപക്ഷം ആളുകളും ഈ വധശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് ഗ്രീഷ്മ ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതേസമയം രാജ്യത്തെമ്പാടും തന്നെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച ഒരു ശിക്ഷാ രീതിയാണോ വധശിക്ഷ എന്നത്. ചർച്ചകളും സംവാദങ്ങളും തുടരും. അതിന് തുറന്നിടുകയാണ് ഈ പുതിയ സംഭവങ്ങൾ. കൊൽക്കത്ത RG ഖർ മെഡിക്കൽ കോളേജിൽ ട്രെയിനി ഡോക്ടർ അതിക്രൂര ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ പ്രതി സഞ്ജയ് റോയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ, 50,000 രൂപ പിഴ അടയ്ക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് സിയാൽദ വിചാരണ കോടതി പറഞ്ഞത്. നഷ്ടപരിഹാരമായി 17 ലക്ഷം രൂപ സർക്കാർ ഡോക്ടറുടെ കുടുംബത്തിന് നൽകണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര തുക സ്വീകരിക്കില്ലെന്ന് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബം പ്രതികരിച്ചിരിക്കുന്നു. മനസാക്ഷിയെ ഞെട്ടിച്ച കൊൽക്കത്ത ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് സഞ്ജയ് റോയ്ക്ക് തൂക്കുകയർ ശിക്ഷ വിധിക്കണമെന്ന പ്രോസിക്യൂഷന്റെ വാദം സിയാൽദ വിചാരണ കോടതി തള്ളി. പ്രതി കുറ്റം ചെയ്തത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതായി ആവർത്തിച്ചെങ്കിലും പരമാവധി ശിക്ഷ വിധിക്കാൻ കോടതി തയ്യാറായില്ല. കോടതി വിധിച്ച 17 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണ്ടെന്നാണ് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന്റെ പ്രതികരണം. കൊല്ലപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കൾ വിധി കേൾക്കാൻ കോടതിയിൽ എത്തിയിരുന്നു. ശിക്ഷാവിധിയുടെ വാദത്തിനിടയിലും പ്രതി സഞ്ജയ് റോയ് കുറ്റം നിഷേധിച്ചു. തന്നെ പോലീസ് പെടുത്തിയതാണെന്നും ക്രൂരമായി പീഡിപ്പിച്ചുവെന്നും പ്രതി ആരോപിച്ചു. സമൂഹത്തിന് മുതൽക്കൂട്ടാൻ വേണ്ട ഡോക്ടറെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. സമൂഹത്തിന്റെ വിശ്വാസമാർജിക്കുന്നതിനും അതിശക്തമായ സന്ദേശം നൽകുന്നതിനും വധശിക്ഷ തന്നെ നൽകണമെന്നുമുള്ള CBIയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിർഭയയ്ക്ക് ശേഷം രാജ്യം കണ്ട അതിക്രൂരമായ ബലാത്സംഗ കൊലപാതക കേസ്. പ്രതിക്ക് വധശിക്ഷ എന്ന മുറവിളി രാജ്യമെങ്ങും അലയടിച്ചിരുന്നു. വിധിയിലുള്ള നിരാശ ആരോഗ്യപ്രവർത്തകർ പരസ്യമാക്കി കഴിഞ്ഞു. നീതി തേടിയുള്ള പോരാട്ടം തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. നിർഭയ കേസിന് ശേഷം രാജ്യം ഏറ്റവും അധികം ചർച്ച ചെയ്ത കേസ് തന്നെയാണ് RG ഖർ കേസ്. അതിൽ പക്ഷേ പരമാവധി ശിക്ഷയായ വധശിക്ഷ നൽകേണ്ടതില്ല എന്നതാണ് കോടതിയുടെ തീർപ്പുണ്ടായിരിക്കുന്നത്. അതൊരു പക്ഷേ പല ആളുകളെയും, ഒരു സമൂഹത്തിലെ പല വിഭാഗം ആളുകളെയും ഒരുപക്ഷെ ആ വിധിന്യായം നിരാശപ്പെടുത്തിയേക്കാം. കാരണം ഇപ്പോൾ തന്നെ വരുന്ന പല കമന്റുകളും പറയുന്നത് അയാളും വധശിക്ഷയ്ക്ക് അർഹനാണ് എന്നതാണ്. അതേസമയം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വധശിക്ഷയാണോ നൽകപ്പെടേണ്ടത്, അതോ അത് മറ്റു തരത്തിൽ ശിക്ഷ നൽകാനുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം ഓപ്ഷനുകൾ കൂടി പരിഗണിക്കേണ്ടതില്ലേ എന്ന ചോദ്യമുണ്ട്. അതിനിടയിൽ ഒരു ചോദ്യം ഞാൻ കേട്ടത്, പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതാണോ കൊലപാതകം എന്ന് ബൈജു ആർടെക് ചോദിച്ചിരിക്കുന്നു. ഒരു സമൂഹത്തിനും യോജിച്ചതല്ല കൊലപാതകം. കൊലപാതകം എന്നത് സത്യത്തിൽ ഒരു മനുഷ്യവാസനയുടെ ഭാഗമായി ഉണ്ടാകേണ്ട ഒന്നേ അല്ല. അത് ഒരു സമൂഹത്തിനും യോജിച്ചതല്ല. പക്ഷേ ഒരു കൊലപാതകത്തെ തിരുത്തേണ്ടത് മറ്റൊരു വധശിക്ഷയിലൂടെയാണോ എന്ന ചോദ്യം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട് എന്ന കാര്യം ഞാൻ ബൈജുവിനെയും ഓർമ്മപ്പെടുത്തുന്നു. അത്തരം കാര്യങ്ങളിൽ പരിഷ്കൃത സമൂഹം മറ്റെന്തെല്ലാം ശിക്ഷാവിധികളിലൂടെ ക്രൂരമായ രീതിയിൽ അല്ലെങ്കിൽ അർഹമായ രീതിയിൽ ഈ ശിക്ഷകൾ നടപ്പാക്കാം എന്നതിനെക്കുറിച്ചുള്ള ആലോചനകളൊക്കെ ലോകമെമ്പാടും നടക്കുന്നുണ്ട്. ഈ രാജ്യത്തും ആ ചർച്ചകൾ സജീവമായുണ്ട്. അതിനു നേരെ നമുക്ക് കണ്ണടയ്ക്കാൻ കഴിയില്ല. മറ്റു പലരും അർഹിച്ച ശിക്ഷ ഇനി ഒരിക്കലും നമ്മുടെ സമൂഹത്ത് ഉണ്ടാകരുത്, ഒരു കുതിരപ്പവൻ ജഡ്ജിക്ക് കൊടുക്കാമെന്ന് ദിനേശ് തൃശൂർ പറയുന്നു. പലർക്കും ഈ കാര്യങ്ങളിൽ വധശിക്ഷ ഉറപ്പുവരുത്തുകയും വേണം എന്ന അഭിപ്രായം അവരെല്ലാം തന്നെ ഈ കാര്യങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഞാൻ ഈ കമൻറ്റുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കിയത്. ഗോമൂത്രം കുടിച്ചാൽ അസുഖം ഭേദമാകും എന്ന പ്രസ്താവനയെ ന്യായീകരിക്കുന്നു മദ്രാസ് IIT ഡയറക്ടർ V കാമകോടി. ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണിത്. സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ താല്പര്യമില്ലെന്നും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് തന്റെ പ്രസ്താവന എന്നും V കാമകോടി പറയുന്നു. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമൊക്കെ വഴിവെച്ചിരുന്നു. എന്ത് ശാസ്ത്രീയ അടിസ്ഥാനത്തിലാണ്, ഏത് ശാസ്ത്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗോമൂത്രം രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് എന്ന് കണ്ടെത്തിയത് എന്ന ചോദ്യം സയന്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, ശാസ്ത്ര സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അവിടെ വീണ്ടും ഒരു വിശദീകരണം വന്നിരിക്കുന്നു. മുഹമ്മദ് റഹീസ്, ഞങ്ങളുടെ പ്രതിനിധി ചെന്നൈയിൽ നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. മുഹമ്മദ് റഹീസ്, വീണ്ടും IIT ഡയറക്ടർ ഈ പ്രസ്താവനയെ ന്യായീകരിക്കുകയാണ്. ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു എന്നാണോ അദ്ദേഹം പറയുന്നത്? എന്താണ് ഈ ന്യായീകരണവാദത്തിന്റെ ഉള്ളടക്കം? ഗോപികൃഷ്ണൻ, സമൂഹത്തെ ഏറ്റവും അധികം ശാസ്ത്രബോധം വളർത്തേണ്ട, ശാസ്ത്രീയമായി മുന്നോട്ട് നയിക്കേണ്ട ഒരു വ്യക്തി എന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം ആവർത്തിച്ചുണ്ടാകുന്നത്. ആദ്യം അദ്ദേഹം അത്തരത്തിൽ ഗോമൂത്രത്തിന് ഔഷധ ഗുണമുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം അത് ആദ്യം തന്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങളുടെ പുറത്താണ്. തന്റെ അച്ഛൻ ഇത്തരത്തിൽ ഗോമൂത്രം കുടിച്ച് ഈ അസുഖങ്ങൾ മാറ്റിയിരുന്നു. അപ്പോൾ അത് ബാക്ടീരിയ, ഫംഗസ് ഒക്കെ മാറ്റുന്നതിന് ഇത്തരത്തിൽ ഗോമൂത്രം കുടിച്ചാൽ അത് മാറും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ അദ്ദേഹം അതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇത്തരത്തിൽ ശാസ്ത്രീയമായ പഠനം നടത്തുന്നുണ്ട്.
ഗോമൂത്രവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ബാക്ടീരിയയും ഫംഗസിനെയും ഒക്കെ നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഗോമൂത്രമെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് അതുകൊണ്ടാണെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഈ മദ്രാസ് IIT അടക്കം ഇത്തരത്തിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പല പ്രബന്ധങ്ങളും പലരും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി ഇക്കാര്യം എനിക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആ ഒരു വാദം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത എല്ലാവരിലും ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം കൂടി ഇപ്പോൾ IIT ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ തനിക്ക് താല്പര്യമില്ല, ശാസ്ത്രീയമായ വശങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ആ തരത്തിലൊരു ചിന്തയാണ് താൻ മുന്നോട്ട് വയ്ക്കുന്നത്, അതിനെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ ആമസോണിൽ പോലും ഗോമൂത്രവും ഒപ്പം തന്നെ ഇത് ചേർത്തിട്ടുള്ള ചില ഉൽപ്പന്നങ്ങളുമൊക്കെ വിൽക്കപ്പെടുന്നുണ്ട്. അത് ഈ ലോകമെമ്പാടും ഇതിനെ അംഗീകരിച്ചതിന്റെ ഒപ്പം തന്നെ ഔഷധ ഗുണം അത് കൃത്യമായി തെളിയിക്കപ്പെട്ടതിന്റെ ഭാഗമായി കൂടിയാണ് ഈ ഒരു ഗോമൂത്രവും അതിന്റെ ഉൽപ്പന്നങ്ങളും ഒക്കെ വിൽക്കപ്പെടുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു പരാമർശത്തിൽ വലിയ തോതിൽ രാഷ്ട്രീയ വിമർശനവും ഒപ്പം തന്നെ IIT വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് ശരി റീസ്, സ്വാഭാവികമായിട്ടും റീസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശാസ്ത്രാവബോധം വളർത്തുന്നതിനും ഒരു സയന്റിഫിക് ടെമ്പറമെന്റ് ഉണ്ടാക്കുന്നതിനും ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കുകയും ഒക്കെയാണ് IIT തലപ്പത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെ ചുമതലയും ഉത്തരവാദിത്വവും. അങ്ങനെയുള്ള ഒരാൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഗോമൂത്രം ഒരു മികച്ച ചികിത്സയ്ക്കുള്ള മരുന്നാണ് എന്ന് പ്രചരിപ്പിക്കുന്നതെന്നറിയില്ല. അദ്ദേഹം പറയുന്നത് ശാസ്ത്രീയ അടിസ്ഥാനമുണ്ട്, അത് അമേരിക്കയിൽ പലയിടങ്ങളിൽ അതിൻ്റെ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെ ചില കണ്ടെത്തലുകളിലേക്ക് എത്തിയിട്ടുണ്ട്, ചില എക്സ്പെരിമെൻറ്റേഷൻസിലൂടെ അതിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഏതായാലും ഈ വാദം സൂക്ഷ്മമായി, കാരണം വളരെ വിജിലൻ്റായി നിൽക്കുന്ന ഒരു ശാസ്ത്ര സമൂഹം, ഒരു സയൻറ്റിഫിക് സൊസൈറ്റി, ഒരു കമ്മ്യൂണിറ്റി നമുക്കിടയിലുണ്ട്. അവർ സ്വാഭാവികമായും ഈ വാദത്തെ ഗണ്ണിക്കുന്ന അല്ലെങ്കിൽ ഈ വാദത്തിന് ശരിയാണോ തെറ്റാണോ എന്ന് ഇഴകീറി പരിശോധിക്കുന്ന വിവരങ്ങളുമായി വരും ദിവസങ്ങളിൽ പുറത്തുവരും. എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചകൾക്ക് ഇടവെച്ചിട്ടുണ്ട്. ഇതിൻ്റെ രാഷ്ട്രീയ സ്വഭാവം കൈവരുന്നത് അങ്ങനെയാണ്. പലരും ചോദിക്കുന്നു ഗോമൂത്രം കുടിച്ചാൽ ഭേദമാകുന്ന അസുഖം ഏതാണ് എന്ന് മുഹമ്മദ് അനു ചോദിക്കുന്നു. വിവരവും വിദ്യാഭ്യാസവും ഒരു ബന്ധവുമില്ല, കാമകോടിയുടെ പ്രസ്താവനയിൽ നിന്നും അത് മനസ്സിലാക്കാമെന്ന് പരിഹസിക്കുന്നു. ഇവർ പലതും പറയും, പരിഷ്കൃത സമൂഹത്തിൽ പറയാമോ എന്ന് ഷാദുൽ തങ്ങൾ ചോദിക്കുന്നു. കാളമൂത്രത്തിന് എന്താ ഗുണം എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. അങ്ങനെ ഇത് വലിയൊരു ചർച്ചയ്ക്ക് ഏതായാലും വഴിവെച്ചിട്ടുണ്ട്. ഗോമൂത്രം ഏതൊക്കെ രോഗങ്ങൾക്കുള്ള മരുന്നാണ്, എന്തിനുള്ള ചികിത്സയാണ് എന്നുകൂടി ഒരുപക്ഷെ IIT ഈ തലമുതിർന്ന ഉദ്യോഗസ്ഥൻ ഒരുപക്ഷെ പറഞ്ഞേക്കാം. ഏതായാലും അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇഴകീറി പരിശോധിക്കപ്പെടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ചില കമൻറ്റുകൾ വരുന്നുണ്ട്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 തുടങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 24-ൽ കാണാൻ കഴിയുമെന്ന് സമ്പൂർണ്ണമായ ഒരു കവറേജാണ് 24 പ്രേക്ഷകർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ടീം ഇതിന്റെ സമഗ്രമായ വിവരങ്ങളുമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, അതോടൊപ്പം തന്നെ സമ്പൂർണ്ണമായ വിവരങ്ങൾ, അങ്ങനെ ഒരു ടോട്ടൽ കവറേജ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേൽക്കുമ്പോൾ ഈ പൂർണ്ണമായും അവിടുത്തെ ഔദ്യോഗിക ചടങ്ങുകളുടെ പൂർണ്ണമായ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന ആമുഖത്തോടു കൂടിയാണ് അമേരിക്കയിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥാനമൊഴിയാൻ മണിക്കൂറുകൾ മാത്രമാണ് US പ്രസിഡന്റ് ജോ ബൈഡൻ ഉള്ളത്. അപ്പോൾ അദ്ദേഹം വളരെ നിർണായകമായ ഒരു തീരുമാനവുമായി വരികയാണ്. തീരുമാനം ഇതാണ്: ഡൊണാൾഡ് ട്രംപിന്റെ വിമർശകർക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. അതായത് ട്രംപ് സർക്കാരിന് ഇനി ഈ വിമർശകരെ ഇതിൻ്റെ പേരിൽ പ്രോസിക്യൂട്ട് ചെയ്യാനാകില്ല. പ്രത്യേക അധികാരം ഉപയോഗിച്ചിട്ടാണ് ജോ ബൈഡൻ ഈ തീരുമാനം നടപ്പാക്കിയിരിക്കുന്നത്. എന്താണ് ഈ തീരുമാനത്തിൻ്റെ സാങ്കത്യം? നമുക്ക് നോക്കാം. മെറിൻ മേരി ചാക്കോ, ഞങ്ങളുടെ പ്രതിനിധി, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നു. മെറിൻ, ഇനിയിപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ജോ ബൈഡൻ സ്ഥാനമൊഴിയാൻ പോകുന്നു. അപ്പോഴാണ് ട്രംപിന്റെ വിമർശകർക്ക് മാപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു സുപ്രധാന തീരുമാനം ജോ ബൈഡൻ എടുത്തിരിക്കുന്നത്. എന്താണ് ഈ തീരുമാനത്തിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം? ഇതിന്റെ മറ്റ് സവിശേഷതകൾ എന്തൊക്കെയാണ്? അതോടൊപ്പം തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ വിവരങ്ങളും മെറിൻ. ഗോപികൃഷ്ണൻ, സ്ഥാനമൊഴിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു അസാധാരണ നീക്കമെന്ന് തന്നെ പറയാം. ഈ ഒരു നീക്കവുമായി പ്രസിഡന്റ് ജോ ബൈഡൻ ഇപ്പോൾ എടുത്തിരിക്കുകയാണ്. അതായത് ട്രംപിന്റെ വിമർശകർക്ക് അദ്ദേഹം മാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. കോവിഡ് സമയത്തെ കോവിഡ് റെസ്പോൺസ് ടീമിന്റെ തലവനായിട്ടുള്ള ആന്റണി ഫൗച്ച്, അതുപോലെ തന്നെ ജനറൽ മാർക്ക് മില്ലർ, അതുപോലെ തന്നെ US ക്യാപിറ്റലിലെ കലാപം അന്വേഷിച്ച അന്വേഷണ സംഘങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ മാപ്പ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരാനിരിക്കുന്ന ട്രംപ് ഭരണ
ഭരണകൂടത്തിന് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനാകില്ല. അസാധാരണമായിട്ടുള്ള ഒരു അധികാരം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു അസാധാരണ നടപടിയാണ് ഇത്തരത്തിൽ ജോ ബൈഡൻ എടുത്തിരിക്കുന്നത്. സുപ്രധാനമായ ഒരു നീക്കമാണ്. ഇനി അടുത്ത വരും മണിക്കൂറുകളിൽ അമേരിക്കയ്ക്ക് പുതിയ ഒരു തലവനെ ലഭിക്കുകയാണ്. അതായത് ഒരു അഭിമാന നിമിഷം അല്ലെങ്കിൽ ഒരു പുതിയ അഭിമാനത്തിൻ്റെ ഒരു ദിനം എന്ന് തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വന്തം സത്യപ്രതിജ്ഞയെ വിശേഷിപ്പിച്ചത്. അമേരിക്ക ഇതുവരെ നേരിട്ട എല്ലാ പ്രശ്നങ്ങൾക്കും ചരിത്രപരമായ വേഗത്തിൽ താൻ അതിനെല്ലാം പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞ ഉറച്ച പ്രഖ്യാപനവുമായാണ് ട്രംപ് അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ഇന്ന് അധികാരമേൽക്കാൻ പോകുന്നത്. കൊടും തണുപ്പിനെ അവഗണിച്ച് അനേകർ ഇപ്പോൾ ക്യാപിറ്റലിലേക്ക് വരുന്ന ഒരു പ്രവഹിക്കുകയാണ്. കാരണം നേരത്തെ നിന്നും വ്യത്യസ്തമായി 40 വർഷങ്ങൾക്ക് ശേഷം US ക്യാപിറ്റോളിലെ റോട്ടിൻഡ ഹാളിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. കനത്ത പഴുതടച്ച സുരക്ഷ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ US ക്യാപിറ്റോളിൽ നിന്നും വാഷിംഗ്ടൺ DC-യിലേക്കുള്ള ആ സമീപങ്ങളിലുള്ള തെരുവുകളെല്ലാം തന്നെ നാഷണൽ ഗാർഡ് ഒഴിപ്പിച്ചിരുന്നു. 7,800 നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സമയം, അതായത് നമ്മുടെ സമയം രാത്രി 10:30 ഈ ഔദ്യോഗികമായി പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ, ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ -11 ഡിഗ്രിയാണ്, അത്രയും കൊടും തണുപ്പാണ്. അതുകൊണ്ടാണ് പുറത്തെ ഈ ചടങ്ങുകൾ പുറത്ത് നടത്തുക എന്നതൊക്കെ മാറ്റി ക്യാപിറ്റോളിലെ റൊട്ടിൻഡ ഹാളിനകത്ത് നടത്താനുള്ള തീരുമാനം ഉണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ആരൊക്കെയായിരിക്കും വിശിഷ്ട അതിഥികൾ? ഈ ചടങ്ങ് എത്ര നീളാൻ സാധ്യതയുണ്ട്? ഈ ചടങ്ങിന്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് മെറിൻ? തീർച്ചയായും കൊടും തണുപ്പ് കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റോട്ടിൻഡ ഹാളിലേക്ക് ചടങ്ങുകൾ മാറ്റിയിരിക്കുന്നത്. അതിനുശേഷമുള്ള ഉദ്ഘാടനത്തിന് ശേഷം നടക്കുന്ന പരേഡും ഈ ഒരു മരീന എന്ന് പറയുന്ന ഒരു റോഡിലായിരിക്കും നടക്കുക. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിദേശ രാഷ്ട്ര തലവന്മാർ പങ്കെടുക്കുന്ന ഒരു രീതിയില്ല. എന്നാൽ അതിന് പതിവിന് വിപരീതമായിട്ട് തന്നെ മുൻ പ്രസിഡന്റുമാരും അത് എല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുക്കുന്നുണ്ട്. ബിസിനസ് രംഗത്ത് ട്രംപിന്റെ ഉറച്ച പിന്തുണ നൽകുന്ന ഇലോൺ മസ്ക്, അതുപോലെ തന്നെ മാർക്ക് സക്കംബർഗ്, പിന്നെ എല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ അംബാനി കുടുംബത്തെ പ്രതിനിധീകരിച്ച് മുകേഷ് അംബാനിയും ഭാര്യയും എല്ലാം തന്നെ ഇന്നലെ ട്രംപ് നൽകിയ അത്താഴ വിരുന്നിൽ പങ്കെടുത്തിരുന്നു. ഇത്തരത്തിൽ ബിസിനസ് രംഗത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തെയും പ്രമുഖർ തന്നെയാണ് ഈ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 10:30 അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് 2ാം വട്ടം അധികാരത്തിൽ വരാൻ പോകുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ക്യാപിറ്റോളിലെ റൊട്ടിൻഡ ഹാളിനകത്താണ് ഈ ചടങ്ങുകൾ നടക്കുക. കൊടും തണുപ്പായതുകൊണ്ട് തന്നെ പുറത്തെ ചടങ്ങുകളൊക്കെ മാറ്റി അകത്താക്കിയിരിക്കുന്നു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് എത്തുന്നത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ്. സാധാരണ നിലയിൽ അമേരിക്കൻ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ആളുകൾ വരുന്ന പതിവില്ല. ആ പതിവ് തെറ്റിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്നു. അതോടൊപ്പം തന്നെ ബിസിനസ് രംഗത്തെ അധികായന്മാർ ട്രംപിന്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി അല്ലെങ്കിൽ പ്രത്യേക ക്ഷണിതാക്കളായി അവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് വിവരങ്ങൾ, അതോടൊപ്പം തന്നെ വർണ്ണാഭമായി നടക്കാൻ പോകുന്ന ഈ ചടങ്ങിന്റെ സമ്പൂർണ്ണമായ വിവരങ്ങൾ, അമേരിക്കയിൽ നിന്നുള്ള തത്സമയ റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്ക് കാണാം. ഞങ്ങളുടെ പ്രത്യേക ഷോ രാത്രി 9:30 മുതൽ 24-ൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുമ്പോൾ അതിന്റെ സമ്പൂർണ്ണമായ കവറേജ് ഉറപ്പുവരുത്തി പ്രേക്ഷകരിലേക്ക് വിവരങ്ങളുമായി ഞങ്ങൾ ഉണ്ടാകും. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. സ്വന്തം മണ്ണിൽ ജീവിക്കാനുള്ള അവകാശം നേടിയെടുക്കാൻ മുനമ്പം ജനത നടത്തുന്ന സമരം 100ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്ന്. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ തങ്ങൾക്ക് അനുകൂല റിപ്പോർട്ട് സമർപ്പിക്കും എന്ന പ്രതീക്ഷയാണ് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കുമുള്ളത്. 100ാം ദിവസത്തിന്റെ ഭാഗമായി രാപകൽ സമരം പുരോഗമിക്കുകയാണ് മുനമ്പത്ത്. റിപ്പോർട്ട് കാണാം. പിറന്ന മണ്ണിൽ ജീവിക്കാനും കാലുറപ്പിച്ച് നിൽക്കാനുമാണ് മുനമ്പം ജനത തെരുവിലിറങ്ങിയത്. മുൻഗാമികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണ് ജീവനേക്കാൾ വിലയുള്ളതാണെന്ന് ആവർത്തിച്ചു തീരദേശമാകെ. സമരത്തിന്റെ ചൂടും ചൂരും ഭരണകൂടത്തെ വരെ പൊള്ളിച്ചു. മുട്ടാപ്പോക്ക് ന്യായങ്ങളുമായി മുനമ്പത്തേക്ക് എത്താനാവില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മുനമ്പം ജനതയ്ക്ക് ഒപ്പം നിന്നു. സമരപ്പന്തലിൽ രാഷ്ട്രീയം കയറ്റില്ലെന്ന് ആദ്യം തന്നെ പ്രഖ്യാപിച്ച് മുനമ്പം ജനത മാതൃകയായി. നിലപാടിൽ നിന്ന് ഒരടി പിന്നോട്ടില്ലെന്ന് ഉറപ്പിക്കുന്നു സമരസമിതി. ഈ തെറ്റായ രീതിയിൽ വഖഫ് ബോർഡ് എഴുതിയെടുത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ നിരാഹാര സമരവുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ ആ സമരം സാമാന്യബോധമുള്ള മതേതരത്വ ബോധമുള്ള എല്ലാ ജനങ്ങളും ഏറ്റെടുക്കുകയും കേരളം ഒന്നാകെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സമരം ചൂടുപിടിച്ചതോടെ നിയമ പോരാട്ടങ്ങളും ആരംഭിച്ചു. സമരം തുടങ്ങി 2 ആഴ്ച പിന്നിട്ടപ്പോഴാണ് രാഷ്ട്രീയ കേരളം മുനമ്പത്തെത്തിയത്. നീതി ലഭിക്കും വരെ സ്വയം തീപ്പന്തമാകുമെന്ന ജനതയുടെ നിശ്ചയദാർഢ്യം. നിയമം നീതിക്ക് മുന്നിൽ വഴിമാറി. സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഫെബ്രുവരിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിച്ചതടക്കമുള്ള കാര്യങ്ങളുമായി മുൻപോട്ടു പോവുകയാണ് സർക്കാർ. അപ്പോഴും ദൃഢനിശ്ചയത്തോടെ മുനമ്പത്ത് സമരക്കാർ ഇരിപ്പുണ്ട്. ഭൂമി പണം കൊടുത്ത് വാങ്ങിയ ജനതയെ ഇറക്കി വിടരുതെന്ന് സമരപ്പന്തൽ സന്ദർശിച്ച PV അൻവർ പറഞ്ഞു.
എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന സമീപനം സർക്കാർ അവസാനിപ്പിക്കണമെന്ന് PV അൻവർ. സർക്കാരിന് തീർക്കാവുന്ന ഒരു വിഷയം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതൊരു വലിയ വിഷയമാക്കി ഇതൊരു വർഗീയ വിഷയത്തിലേക്ക് കടക്കത്തക്ക രീതിയിൽ അതിന് എരുതിയിൽ എണ്ണയൊഴിക്കുന്ന ഈ സ്വഭാവം സർക്കാർ അവസാനിപ്പിക്കണം. രാപ്പകൽ സമരത്തിന്റെ ഭാഗമായി കടലാസ് വീടുകൾ തലയിൽ വെച്ച് കടലോരത്ത് നിൽപ്പ് സമരവും സംഘടിപ്പിച്ചു. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. മുനമ്പത്ത് നടക്കുന്ന സമരം സ്വന്തം ഭൂമിയും സ്വന്തം ഇരിക്കുന്ന ഇടവും കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടി അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ നടത്തുന്ന സമരമാണ്. അത് 100ാം ദിനം പിന്നിടുമ്പോഴും അവർക്ക് പ്രതീക്ഷ അറ്റിട്ടില്ല. കാരണം ഈ കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ, രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താനുള്ള ഒരു നീക്കത്തിന് മുന്നിലും മുട്ടുമടക്കില്ല എന്ന സമരത്തിലിരിക്കുന്നവരുടെ ആ ഒരു ദൃഢനിശ്ചയം അത് അംഗീകരിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാകും എന്ന് നമുക്ക് കരുതാം. സമരം മുന്നോട്ട് പോവുകയുമാണ്. തിരുവനന്തപുരം വിതുരയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കുണ്ട്. മലപ്പുറം കരുളായിയിൽ കാട്ടുകൊമ്പൻ ഭീതി പരത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ അതിരപ്പിള്ളിയിൽ കണ്ടെത്തിയ ആനയെ കണ്ടെത്താനുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാണാം. തലസ്ഥാനത്തും വന്യമൃഗ മനുഷ്യ സംഘർഷങ്ങൾക്ക് അയവില്ല. ഇന്ന് രാവിലെ 4 മണിക്കാണ് തിരുവനന്തപുരം വിതുരയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചത്. പുലർച്ചെ ആറ്റിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്ന യുവാവിനെയാണ് കാട്ടാന ആക്രമിച്ചത്. ആദിവാസി ഊരിലെ ശിവാനന്ദൻ കാണിക്കാണ് പരിക്കേറ്റത്. പുറകിലൂടെ എത്തിയ കാട്ടാന ശിവാനന്ദനെ ചുഴറ്റി തോട്ടത്തിലേക്ക് എറിയുകയായിരുന്നു. വിതുര തലത്തുത്തക്കാവ് ശിവാനന്ദൻ കാണിയാറിൽ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് കാട്ടാനെ ആക്രമിച്ചത്. ശിവാനന്ദന്റെ നട്ടലിന് ഗുരുതരമായി പരിക്കേറ്റു. മലപ്പുറം കരുളായി കരിമ്പുഴയിൽ പാലാങ്കര പാലത്തിന് സമീപം മണലെറിഞ്ഞുകൊണ്ട് കാട്ടുകൊമ്പൻ നടന്നു നീങ്ങുന്നതിന്റെ ദൃശ്യം പുറത്തുവന്നു. കഴിഞ്ഞ 2 മാസമായി ജനവാസ മേഖലയോട് ചേർന്ന് പുഴയിൽ കാട്ടാനയുടെ സാന്നിധ്യം പതിവാണ്. കരുളായി വനത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ആദിവാസി വീട്ടമ്മയും യുവാവും കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. കരുളായി മൂത്തേടം പോലുള്ള പ്രദേശങ്ങൾ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ്. ശാശ്വതമായ പരിഹാരമുണ്ടാകുമെന്ന് വനം വകുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും കാര്യമായ ഒന്നും സംഭവിക്കുന്നില്ല. കാട്ടാനകൾ മനുഷ്യജീവന് തന്നെ ഭീഷണിയായിത്തീരുന്നു. അതിനിടെ മൂന്നാർ കുറ്റിയാർ വാലി നെറ്റിമേട് റൂട്ടിൽ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിലുള്ള കാട്ടാനയെ കണ്ടെത്താൻ വനംവകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്നതിന് ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം നാളെ അതിരപ്പള്ളിയിലെത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. പത്തനംതിട്ട കൊക്കാത്തോട് കല്ലേലി ശിവക്ഷേത്രത്തിന് സമീപം റോഡിൽ കാട്ടാനയെത്തി. ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാനുണ്ട്. ശ്രീജിത്ത്, എപ്പോഴാണ് കാട്ടാന പ്രത്യക്ഷപ്പെട്ടത്? എന്താണ് അവിടെ സംഭവിച്ചത്? വിവരങ്ങൾ എന്തൊക്കെ? ഗോപികൃഷ്ണൻ, ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത്. ഒരു അച്ഛനും മകളും, ചെറിയ മകളാണ്, കുട്ടിയെ കൊണ്ട് ബൈക്കിൽ പോവുകയായിരുന്നു. ഹാരിഷ് എന്നാണ് ആ യുവാവിന്റെ പേര്. എന്തായാലും ആ സമയത്താണ് ഈ കാട്ടാന റോഡിന് കുറുകെ നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടത്. എന്തായാലും നാട്ടുകാർ ഈ പറയുന്നത് പോലെ വലിയ ശബ്ദമൊക്കെ ഉണ്ടാക്കി കുറെ നേരം. പക്ഷേ കാട്ടാന മേഖലയിൽ നിന്ന് പോകാൻ തയ്യാറായില്ല. ഇത് സ്ഥിരം ഒരു പ്രതിഭാസമാണ്, അല്ലെങ്കിൽ സ്ഥിരം ഒരു കാഴ്ചയാണ്. ഈ മേഖലയിൽ സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാനകൾ വരുന്നു. അവിടെ തന്നെ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. തൊട്ടടുത്ത് വനമേഖലയാണ്. ഹാരിസന്റെ പ്ലാന്റേഷൻ ആ മേഖലയിൽ തന്നെയാണ് ഉള്ളത്. ഈ മേഖലയിലൊക്കെ തന്നെ കാട്ടാനകൾ ഇറങ്ങുന്നുണ്ട്. പ്രദേശത്ത് പൈനാപ്പിൾ കൃഷി വ്യാപകമാണ്. അത് കഴിക്കാൻ വേണ്ടിയാണ് കാട്ടാനകൾ വരുന്നതെന്നാണ് പറയുന്നത്. എന്തായാലും വനം വകുപ്പിന്റെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടക്കം തൊട്ടടുത്ത മേഖലയിൽ ഉണ്ടായിട്ടും വനം വകുപ്പ് അധികൃതർ കാര്യമായി ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ഭീതിയോടുകൂടിയാണ് കൊക്കാത്തോട് വഴി, ആ കല്ലേലി വഴി ആളുകൾ പോകുന്നത്. ആ പ്രദേശത്ത് ഭീതിയോടുകൂടിയാണ് ആളുകൾ സഞ്ചരിക്കുന്നത്. വനം വകുപ്പ് ഇടപെടുന്നില്ല എന്നൊരു പരാതി നാട്ടുകാർക്കുണ്ട്. ആ പ്രശ്നത്തിൽ ആളുകൾ ജീവിക്കാനുള്ള അവകാശമാണ്. വനം വകുപ്പ് ആ കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തുമെന്ന് നമുക്ക് കരുതാം. ശ്രീജിത്ത് ശ്രീകുമാറിന്റെ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്.